മഹാവിരുദ്ധത്തിലൊന്നും അല്ല പോകുന്നത്, മണിയറയിലോട്ടല്ല പോകുന്നത്. ഇതാണെന്നുണ്ടെങ്കിൽ ആയുഷ്മാൻ ഭവ പറഞ്ഞു വരുമ്പോ രണ്ടും ഒന്നും തന്നെയല്ലേ. അത് തന്നെയാ, ചെല്ല അങ്ങോട്ടെ കൂടെ അവിടെ നീ വാ. എനിക്കൊരു ധൈര്യത്തിന് നീ അങ്ങ് വരാൻ പറ്റില്ല. ചെല്ലടാ അങ്ങോട്ടെ, എന്തിനാ കാണിക്കുന്നത്? ജയ, നീ ഇവിടെ ഉണ്ടോ? നിനക്കൊന്നും വേറെ വല്ല പരിപാടി ഉണ്ടോ? എനിക്കിന്ന് വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ എനിക്കൊരു കയ്യാളായിട്ട് നിൽക്കാൻ പറ്റുമോ? നീ എന്നെ വാർക്കപ്പണി എടുത്തേക്കോണോ? ഞാൻ കയ്യാളായിട്ട് നിൽക്കാൻ. അതായത് പെട്ടെന്നൊരു ടെൻഷൻ കയറിയിട്ടേ. ടെൻഷൻ ഉണ്ടെങ്കിൽ ആദ്യ രാത്രി എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഒരു കുഞ്ഞപ്പൻ അടിച്ചാൽ മതി, ടെൻഷൻ മാറി കിട്ടും. കുഞ്ഞപ്പൻ അടിക്കണ്ട. ഇവിടെ കുഞ്ഞപ്പൻ അടിച്ചു കഴിഞ്ഞാൽ ഞാനും അവളും കൂടെ ഇങ്ങനെ ചുണ്ടും കൂടെ അടുത്ത് വരുമ്പോ സ്മെല്ലടിക്കൂലേ? അപ്പൊ അവക്കൊരു ബുദ്ധിമുട്ടാവില്ല അത്. അപ്പൊ അവിടം വരെയൊക്കെ പ്ലാൻ ചെയ്തു അടുത്ത് വരുന്നത് വരെ അതൊരു സംഭവിച്ചു പോയാലുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ. അറിയാ, അപ്പൊ എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. എടാ ജയ, സ്വിച്ച് ഓഫ് ചെയ്യരുത്. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഞാൻ വിളിക്കും കേട്ടോ. സുന്ദരി സുന്ദരി നിൻതുമ്പു കെട്ടി കച്ചുരുമുടി തുളസി തളിരില ചൂടി തുഷാരഹാരം മാറിൽ ചാത്തി കാരുണ്യമേ നീ വന്നു. ചേട്ടാ, എന്തോ നമുക്ക് ഇരിക്കാം. ഇരിക്കണോ? ഇരിക്കണം. ഇരിക്കാം. ഇരിക്കേട്ടാ. ചേട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അത് വേണോ? വേണം, ഒന്ന് നോക്ക് ചേട്ടാ. ചേട്ടാ, 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 ചേട്ടൻ എന്താ ഇങ്ങനെ നീങ്ങി നീങ്ങി പോന്നെ? നീ മോളെ തള്ളി തള്ളി കയറി പോനെ. ചേട്ടാ, എനിക്കൊരു വിഷമമുണ്ടോ? അയ്യോ, എനിക്ക് റൊമാൻറ്റിക് വന്നതാ ചേട്ടാ. അയ്യോ, തമാശക്കാരൻ തമാശക്കാരൻ. ഞാനേ എനിക്കിങ്ങനെ സ്നേഹം കൂടുമ്പോഴേ ഞാനിങ്ങനെ എല്ലാരും കടിച്ചു പറിച്ചൊക്കെ തിന്നും. ഭഗവാനെ, അപ്പൊ നാളെ രാവിലെ എന്റെ എല്ലും തകോ മാത്രം ബാക്കി. ചേട്ടാ, നമ്മുടെ കല്യാണം ഇന്ന് കഴിഞ്ഞതല്ലേ ഉള്ളു ചേട്ടാ. എനിക്കൊരു സിനിമ കാണാൻ പോണം. നാളെ പോയാ മതി. സിനിമയ്ക്ക് പോണെന്നോ? മോളെ സിനിമയ്ക്ക് കൊണ്ടുപോകാം കേട്ടോ. 3 സ്ക്രീനുള്ള തിയേറ്റർ വരട്ടെ, എന്നാലേ നിന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ചേട്ടാ, മൊയ്തീനിലെ കാഞ്ചനമാല സ്നേഹിച്ചില്ലേ മൊയ്തീനെ? അതുപോലെ ഞാൻ എന്റെ ചേട്ടനെ സ്നേഹിച്ചവൻ കൊല്ലും. കൊല്ലൂന്നുള്ളത് ഉറപ്പാ. സ്നേഹിക്കോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ എനിക്ക് സംശയം. ചേട്ടാ, അയ്യോ എന്ത് ഭംഗിയാ കാണാനേ. ഞാനങ്ങ് നോക്കിട്ടേ നോക്കി അങ്ങ് ഇരുന്ന് പോവാ ചേട്ടാ. അതിപ്പോ എല്ലാരും ഇങ്ങനെ പറയാറുള്ളല്ലേ. ആരിത് വരച്ചേ? ഇവിടെയല്ല നോക്കിയത്, എവിടെയായിരുന്നു ഉള്ളിലേക്ക് അല്ലേ? പിന്നെ ഞാൻ എവിടെ നോക്കാനാ ചേട്ടാ? നിനക്ക് അവിടെ വേണേലും നോക്കാലോ, ഒരു പരാതി ഉണ്ടാവൂല്ലോ. ചേട്ടാ, ഇതാരാ വരച്ചേ? എന്റെ അപ്പൻ രാജപ്പൻ വരച്ചതാ. അയ്യോ, എന്റെ അപ്പന് നല്ല വരക്കാരനാ. നിന്റെ മൊന്ത കണ്ടാ അറിയാം, നിന്റെ അപ്പൻ നല്ല വരകാരനാണ്. പിന്നെ ചേട്ടാ, പിന്നെ എന്നെ ഒന്ന് ചക്കരേന്ന് വിളിക്കാവോ? എന്നാ ചക്കരേന്ന് വിളിക്കാവോ? ദൈവമേ, വേണ്ടാത്തൊക്കെ പറഞ്ഞ് ദൈവദോഷം പേടിച്ചു വെച്ചു ഞാൻ. ചേട്ടാ, ഒന്ന് വിളിക്കേട്ടാ എന്നെ ചക്കരേന്ന്. എന്റെ 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 ചക്കരേ. അയ്യോ, എന്റെ ചേട്ടാ ചക്കരേന്ന് വിളിച്ചേ. എന്റെ ചേട്ടനെ ചക്കരേന്ന് വിളിച്ചേ. അതെ, എനിക്ക് പണ്ടേ ഇച്ചിരി ഒച്ച കൂടുതലാ ചേട്ടാ. ഒച്ച മാത്രമല്ല, മൊത്തത്തിൽ കൂടുതലാണ്. പിന്നെ ചേട്ടാ, പഞ്ചാരേ പഞ്ചാരേ, എന്റെ കൽക്കണ്ടമേ, എന്റെ ലഡുവേ, എന്റെ ജിലേബിയെ, എന്റെ അഞ്ചുപടി, എന്റെ കർത്തമുന്തിരി. കർത്തമുന്തിരിയും കൽക്കണ്ടമൊക്കെ നിന്റെ ആയിരിക്കും. ആ മൂലക്കൊരു കാലം കൂടി ഇരിപ്പുണ്ട്, അതെന്റെ കേട്ടോ. അതാരാണെന്ന് പറയരുത്. അപ്പൊ അമ്മാവൻ ഉറങ്ങിയില്ലേ? ഉറങ്ങിയില്ലേ? ഒറ്റപ്പാറ കേട്ടോ, എങ്ങനെ ഉറങ്ങാനാണ് അവൻ? എന്നാ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം. അല്ല ചേട്ടാ, നമുക്ക് പാല് കുടിക്കാൻ തുടങ്ങാം. എന്റെ പൊന്നു കൊച്ച, നീ പറഞ്ഞു കേട്ടത്തൊന്നും ടാങ്കിലാ പാല് കൊണ്ടുവന്നേക്കണത്, ഗ്ലാസിലല്ലേ പാല് കൊണ്ടുവന്നേക്കണത്. പിന്നെ ചേട്ടാ, വാ വന്ന് കുടിക്ക്. വാ ചേട്ടാ, വന്ന് കൂടി. എന്റെ ആദ്യ രാത്രി പാല് കുടിക്കാനായിട്ട് വന്നേക്കണേ. ലജ്ജിക്കില്ല നിനക്കൊക്കെ, സംസ്കാരമില്ലാത്തവനെ. അയ്യോ, ഞാൻ ചേട്ടനെ വിളിച്ചേ. ഇന്ന് കുടിക്ക് കേട്ടോ.
അത് ശരി. ലുക്ക് അവിടെ മെയിം ഇവിടെയായിരുന്നു. വല്ലുള്ളൂ. ചേട്ടാ ഈ പാല് ഞാൻ ചേട്ടന്റെ വായിക്കകത്തോട്ട് ഒഴിച്ചു ചേർത്തേ. വേണ്ട, എന്റെ കണ്ണിൽ മൂക്കിൽ പോയിട്ട് നീ കൊല്ലു തന്നെ. ചേട്ടൻ കുടി. നീ കുടി. 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 ചേട്ടൻ കുടി. അധികം വിട്ട് കുടിക്കണ്ട, കവറുപാലാ പിരിഞ്ഞു പോകും. ചേട്ടാ ഈ പാല് ഞാൻ മൊത്തം ഒന്ന് കുടിച്ചോട്ടെ. മൊത്തം കുടിച്ചിട്ട് ഈ മൂലയിൽ എവിടെയെങ്കിലും പറഞ്ഞു കൂടി കടന്നു കേട്ടോ. അയ്യോ ചേട്ടാ, ആദ്യ രാത്രിയിൽ ആരും ഉറങ്ങത്തില്ല. ആര് പറഞ്ഞു? എന്നോ എന്റെ കൂട്ടുകാർ ഉഷ പറഞ്ഞെന്നതാണേ, ആദ്യ രാത്രിയിൽ ആരും ഉറങ്ങത്തില്ലെന്ന്. ആണോ? ഉഷ എനിക്ക് എല്ലാം പറഞ്ഞെന്ന്. എന്ന് വെച്ചുകഴിഞ്ഞാ ആകെ മൊത്തം ടോട്ടലെല്ലാം എനിക്ക് അറിയാൻ ചേട്ടാ. ഉച്ച ഒരു പ്രസ്ഥാനം തന്നെയാ കേട്ടോ. എന്റെ ദൈവമേ, എനിക്ക് നിന്നിവിടെ എന്ത് പ്രസക്തി. പിന്നെ ചേട്ടാ എനിക്ക് നന്നായിട്ട് പാട്ടൊക്കെ പാടാൻ അറിയാം. അതുകൊണ്ടോ? ഞാൻ യുവജനോത്സവത്തിലെ കലാപ്രതിഭയായിരുന്നേ. പിന്നെ മോണായിട്ട് അറിയാം, മിമിക്രി അറിയാം, നാടകം അറിയാം, എല്ലാം സമൂഹമാണ് ഞാൻ ഒറ്റയ്ക്ക് പാടും ചേട്ടാ. പിന്നെ പാടാതിരിക്കാൻ വഴിയില്ലല്ലോ. പിന്നെ ഞാൻ ഇന്ന് എന്റെ കഴിവ് മൊത്തം ഞാൻ ചേട്ടന്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കും ചേട്ടാ. ഞാനിപ്പോ ഒരു പാട്ട് പാടട്ടെ. മെഗാഷോയും പ്ലാൻ ചെയ്തിട്ടാ പോന്നേ. ഇപ്പൊ ഒരു പാട്ട് പാടട്ടെ. ആദ്യത്തെ കൺമണി ആണായിരിക്കണം, അച്ഛനെ പോലെ ഇരിക്കണം, മുഖം അമ്പിളി പോലെ ഇരിക്കണം. അങ്ങനെയല്ല മോളത്. ആദ്യത്തെ കൺമണി പെണ്ണായിരിക്കണം, അമ്മയെ പോലെ ഇരിക്കണം. ഓ, ആലോചിച്ചിട്ടാണോ നീ ആ വരി പാടിയത്? പിന്നെ ചേട്ടാ നമുക്കേ ലൈറ്റ് അണയ്ക്കാം. അയ്യോ വേണ്ട, എനിക്ക് ലൈറ്റ് അടക്കണ്ട. എന്താ? എനിക്ക് പേടിയാണ്. അയ്യോ ബിന്ദു ഇല്ലേ കൂടെ? അതാ പേടി. പകല് പേടിയാണ്, രാത്രി പറയണോ? ചേട്ടങ്ങോ ഞാൻ എന്തായാലും ഈ ലൈറ്റ് അണയ്ക്കും. ഞാൻ അണയ്ക്കും. ലൈറ്റ് അടിക്കണ്ടോ? ലൈറ്റ് എവിടാ? ലൈറ്റ് എവിടാ? ലൈറ്റ് ലൈറ്റ് ലൈറ്റ്. അയ്യോ എന്റെ ചേട്ടൻ എന്തേ? അയ്യോ എന്റെ ചേട്ടൻ എന്നെ ഇട്ടേച്ച് പോയി. എന്റെ ചേട്ടൻ എന്തേ? ചേട്ടാ ചേട്ടാ, എടാ കള്ള, നീ പാത്തിരിക്കല്ലടാ, ഞാൻ കണ്ടുപിടിച്ചേ. ദൈവമേ, മന്ദബുദ്ധി. കസാര കണ്ട് ഞാനാ നോർത്താ പറയണത്. എടാ നീ ഇങ്ങ് വാടാ കള്ളാ. ചേട്ടാ നമുക്കേ ആദ്യ രാത്രിയിൽ എല്ലാരും കണ്ണും നോക്കിയിരിക്കും. നിന്റെ കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക, പിന്നെ ഞാൻ എവിടെ നോക്കാനാ? മധുരദേവാമൃതം എന്നിട്ട് ബലം പിടിപ്പിക്കാതെ വാ ചേട്ടാ. എന്റെ അമ്മ